ഹലോ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. കുറേ നാളായി വീഡിയോ ഇടാനിട്ട്. വേറൊന്നുമല്ല, ഒരു മടുപ്പ്. കാരണം ഫോളോവേഴ്സും ഇല്ല, കയറുന്നില്ല, പിന്നെന്താ ഒന്നുമില്ല, എല്ലാം ശൂക്കം മൂക്കം. ഞാൻ തന്നെ എൻ്റെ 3 അക്കൗണ്ടിൽ ഞാൻ തന്നെ 3 സബ്സ്ക്രൈബേഴ്സ്. അപ്പോൾ എനിക്ക് തന്നെ മനസ്സ് മടുത്ത് സത്യം പറഞ്ഞാൽ. പിന്നെ വിചാരിച്ചു എന്തായാലും ഇറങ്ങിയതല്ലേ, കുറച്ചും കൂടി ട്രൈ ചെയ്യാം എന്ന് വിചാരിച്ച് ഞാൻ വീണ്ടും ഇട്ട് തുടങ്ങുകയാണ്. അപ്പോൾ ഇന്ന് നവരാത്രിയുടെ വീഡിയോസാണ് കേട്ടോ ഞാൻ ഇടുന്നത്. നവരാത്രിക്ക് എടുത്തതാണ്, പിന്നെ ഇടാൻ പറ്റാത്തൊരവസ്ഥയായി. അപ്പോൾ നവരാത്രിക്ക് നമ്മൾ പോയത് ചിന്മയ മിഷനില്ലേ നമ്മുടെ തൃശ്ശൂരുള്ള, അവരുടെ പ്രോഗ്രാം കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അവിടെ ഒരുപാട് ഡാൻസ് ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു നവരാത്രിയായിട്ട്. ഞങ്ങൾ അതിനാണ് പോയത്. അപ്പോൾ ഞങ്ങൾ നവരാത്രി ദിവസം ഒരു വൈകിട്ട് ഒരു 6 മണിയൊക്കെ ആകുമ്പോഴാണ് ഞങ്ങൾ യാത്ര ഇവിടുന്ന് വീട്ടിൽ നിന്ന് പോയത് കേട്ടോ അവിടേക്ക്. അവിടെ ഒരു നേരത്തെ തന്നെ എത്തിയായിരുന്നു, ഒരു അരമണിക്കൂറിനുള്ളിൽ. പിന്നെ അവിടുത്തെ പ്രോഗ്രാമിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. കൊച്ചു കുട്ടികൾ മുതൽ ഒരു 50-60 വയസ്സായിട്ടുള്ള ഏജ്ഡായിട്ടുള്ള ആൾക്കാരുടെ വരെ പ്രോഗ്രാംസ്, ഡാൻസും കാര്യങ്ങളും ഭരതനാട്യം ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ, ക്ലാസിക്കൽ ഡാൻസ് എല്ലാം. ശരിക്കും അത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം നമുക്കറിയാമല്ലോ അമ്മമാരൊക്കെ എത്ര കഷ്ടപ്പെട്ടിട്ടായിരിക്കും അത് ചെയ്യുന്നുണ്ടാവും. വീട്ടിലത്തെ കാര്യങ്ങൾ, ജോലി എല്ലാം കഴിഞ്ഞിട്ട് അങ്ങനെ ഭയങ്കര നല്ല രസമായിരുന്നു എന്തായാലും കാണാൻ വേണ്ടിയിട്ട്. എല്ലാവരുടെ പെർഫോമൻസും അടിപൊളിയായിരുന്നു. പിന്നെന്താ അവരുടെ പ്രോഗ്രാംസും മേക്കപ്പും ഡാൻസും എല്ലാം നല്ല അടിപൊളിയായിരുന്നു. അവിടെ ഒരുപാട് എന്താ പറയുക പ്രോഗ്രാംസ് പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ. വയലിന്, സംഗീതം, പെയിൻറ്റിങ്, ഡ്രോയിങ്, അങ്ങനെ എല്ലാം അവിടെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ അവിടെ ക്ലാസ്സിലൊക്കെ ജോയിൻ ചെയ്യാനുണ്ടെങ്കിൽ ജോയിൻ ചെയ്തോളൂ. അത് പ്രായം അങ്ങനെയൊന്നുമില്ല കേട്ടോ, ഏത് പ്രായക്കാർക്കും പഠിക്കാൻ പറ്റും. നമ്മളിപ്പോൾ അയ്യോ എനിക്ക് പഠിക്കാൻ പറ്റുമോ അങ്ങനെയൊന്നും കൺഫ്യൂഷനൊന്നും വേണ്ട. ഒരുപാട് പ്രായത്തിലുള്ള ഒരുപാട് ഏജ് കാറ്റഗറിയിലുള്ള ആൾക്കാർ അവിടെ ഉണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ചിന്മയിൽ നേരെ തൊട്ടടുത്തുള്ള കണ്ണൻ്റെ അമ്പലത്തേക്ക്, കൃഷ്ണൻ്റെ അമ്പലത്തേക്ക് പോയിട്ടോ. അവിടെയും അന്ന് പ്രോഗ്രാം ഉണ്ടായിരുന്നു ഈ ചിന്മയിലത്തെ വിദ്യാർത്ഥികളുടെ തന്നെ. നമ്മൾ അതും കണ്ടിട്ടാണ് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് വന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ശരി, ബായ്.